ഹലോ നമസ്കാരം, രഞ്ജിത്ത്. കാന്റൺ ഫെയറിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ചൈനയിലെ ഏറ്റവും വലുതും ഏറ്റവും പഴയതുമായ എക്സിബിഷനുകളിൽ ഒന്നാണ് കാന്റൺ ഫെയർ. 1957 കാന്റൺ ഫെയർ സ്റ്റാർട്ട് ചെയ്തത് എന്നറിയുമ്പോഴാണ് അതിൻ്റെ ഒരു വലുപ്പവും അതിൻ്റെ ഒരു പഴക്കവും നമുക്ക് മനസ്സിലാവുക. വലുപ്പം എന്ന് പറയുമ്പോൾ 25,000-ലധികം എക്സിബിറ്റേഴ്സാണ് കാന്റൺ ഫെയറിലുണ്ടാവുക. ചൈനയിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സിന് പുറമെ ഇൻ്റർനാഷണലി ഉള്ള എക്സിബിറ്റേഴ്സും ഉണ്ടാവും എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏകദേശം ഒരു രൂപവും നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. 2 ഫേസുകളായിട്ടാണ് കാന്റൺ ഫെയർ നടക്കുന്നത്. ഓട്ടം ഫേസും ഉണ്ട്, സ്പ്രിംഗ് ഫേസും ഉണ്ട്. ഇത്തവണത്തെ സ്പ്രിംഗ് ഫേസ് ആണ് ഏപ്രിലും മെയ്യിലുമായി നടക്കുന്നത്. ഈ ഫേസുകളെ തന്നെ 3 ഫേസുകളായി വീണ്ടും തിരിച്ചിട്ടുണ്ട്. കാരണം പല കാറ്റഗറീസിലുള്ള പ്രൊഡക്ട്സിനെ ഒറ്റയടിക്ക് കാണിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ പലതരത്തിൽ 16 കാറ്റഗറികളായി വീണ്ടും തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണത്തെ ഫേസ് 3 ഞാൻ കുറച്ച് ഓൺട്രപ്രണേഴ്സുമായിട്ട് കാന്റൺ ഫെയറിലേക്ക് യാത്ര ചെയ്യുന്നത്. ചൈനയിലെ കാന്റൺ ഫെയറിന് കാന്റൺ എന്ന പേര് കിട്ടാനും കാരണമുണ്ട്. കാരണം ഇത് ഗ്വാങ്ജു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത്. ഗ്വാങ്ജുവിനെ ഗ്വാങ് ഡോങ് എന്നും വിളിക്കാറുണ്ട്. ആ പ്രൊവിൻസിൻ്റെ ആംഗ്ലിസൈസ്ഡ് ആയിട്ടുള്ള വേർഡാണ് ഗ്വാങ് ഡോങ് എന്ന ഈ പ്രൊവിൻസിൻ്റെ ആംഗ്ലിസൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഡ് കൂടിയാണ് കാന്റൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് കാന്റൺ ഫെയർ എന്നുള്ള പേര് വളരെയധികം പ്രാമുഖ്യത്തിലെത്തിയത്. വളരെ പോപ്പുലറായ ഈ കാന്റൺ ഫെയറിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഹോംവർക്ക് നടത്തേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിങ്ങുമായി ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുമായിട്ടാണ് ഇത്തവണത്തെ കാന്റൺ ഫെയറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഇത്തവണത്തെ കാന്റൺ ഫെയറിലേക്ക് 3ാമത്തെ ഫേസിലേക്ക് നമുക്ക് പോകുമ്പോൾ ഈ 3ാമത്തെ ഫേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞേക്കാം. പ്രധാനമായും ഓഫീസ് സപ്ലൈസ്, ബാഗ്സ്, റിക്രിയേഷണൽ പ്രൊഡക്ട്സ്, കേസസ്, മെഡിക്കൽ ഡിവൈസസ്, ഹെൽത്ത് പ്രൊഡക്ട്സ്, അതിൻ്റെ ഒപ്പം തന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും, പിന്നെ ടെക്സ്റ്റൈൽസ്, ഗാർമെൻറ്റ്സ്, ഇൻ്റർനാഷണൽ പവിലിയൻസ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളെല്ലാം തന്നെ 3ാമത്തെ ഫേസിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും എല്ലാ തരത്തിലുള്ള കാറ്റഗറികളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടാവും. മാത്രമല്ല, ഇനിയിപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ലെങ്കിൽ കൂടി മറ്റുള്ള ബിസിനസ്സുകളെല്ലാം കണക്ട് ചെയ്യാനുള്ള സാധ്യതകളും നെറ്റ്വർക്കിങ്ങും ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. 3ാമത്തെ ഫേസ് ആണ് എന്നുള്ളത് കൊണ്ടുകൂടി ബാക്കി മുൻപുണ്ടായിരുന്ന 2 ഫേസുകളിലെ പല കാര്യങ്ങളെയും കണക്ട് ചെയ്യാനും അവിടെ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമ്മളുടെ ഇത്തവണത്തെ ടൂറിൻ്റെ മറ്റൊരു പ്രത്യേകത 3 ദിവസം ഈ ഫെയറിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഗാങ്ജുവിലും സമീപ പ്രദേശങ്ങളിലുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലേസസ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നു കൂടിയുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് ബിസിനസ് ഡിസ്കഷൻസിനും നെറ്റ്വർക്കിങ്ങിനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻ്ററാക്ഷൻസിനുമുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ ഒരുമിച്ച് നമുക്ക് മുന്നേറാം. ഏകദേശം 10-35 വളരെ പോസിറ്റീവായിട്ടുള്ള ഓൺട്രപ്രണേഴ്സുമായി. കഴിഞ്ഞ ഞങ്ങളുടെ ജപ്പാൻ ട്രിപ്പ് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജപ്പാൻ ട്രിപ്പിലുള്ള മിക്ക ആളുകളും ഇത്തവണ ചൈന ട്രിപ്പിന് നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്താൽ ആ സീറ്റുകൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം. എന്തായാലും കാന്റൺ ഫെയർ ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാതിരിക്കരുത്. മിസ്സാക്കണ്ട, ഉടൻ തന്നെ റിസർവ് ചെയ്തോളൂ.